6 മാസത്തിന് ശേഷം കൃത്രിമ കൈയുമായി എത്തിയ വിനോദിനിയെ സഹപാഠികളും അധ്യാപകരും ചേർന്ന് സ്വീകരിച്ചു. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്നാണ് വിനോദിനിയുടെ വലതുകൈ മുറിച്ചു മാറ്റേണ്ടി വന്നത്. ഉള്ളിൽ നൊമ്പരം തന്നെയാണ്. എങ്കിലും ഇന്ന് വിനോദിനിക്ക് നിറപുഞ്ചിരി. സന്തോഷല്ലേ? സന്തോഷം. കൂട്ടുകാരും അധ്യാപകരൊക്കെ എന്താണ് ഇതിന് ഫോണൊക്കെ വിളിച്ച് പറയാറുള്ളത്? സ്കൂളിലേക്ക് വരണം, പരീക്ഷ എഴുതാൻ വരണം പറഞ്ഞു. ഏറെ നാളുകൾക്ക് ശേഷം പ്രിയപ്പെട്ട കൂട്ടുകാരെ കണ്ട സന്തോഷം. ഈ ചുവടുവെപ്പിൽ കുടുംബത്തിനും ആശ്വാസം. വളരെ സന്തോഷമുണ്ട്. കാരണം ഇത്ര ദിവസവും സ്കൂൾ ഒരു 4 ചുമരിൻ്റെ ഉള്ളിൽ തന്നെ ആള് കഴിഞ്ഞുകൂടുമായിരുന്നു. ഇപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ഇത്ര ദിവസം പോകാത്തതുകൊണ്ട് ഇന്നൊരു പോകുന്നത് കൊണ്ട് ഭയങ്കര ഒരു സന്തോഷം അവൾക്ക് ഭയങ്കരമായിട്ടുണ്ട്. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെയാണ് വിനോദിനി വീണു പരിക്കേറ്റത്. ആദ്യം ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് പാലക്കാട് ആശുപത്രിയിലും ചികിത്സ തേടി. ദിവസങ്ങൾക്കുള്ളിൽ കൈ വീർക്കുകയും നിറമാറുകയും ചെയ്തു. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇവിടെ ഡോക്ടേഴ്സിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ശസ്ത്രക്രിയ നടത്തി വലത് കൈ മുറിച്ചു മാറ്റുകയായിരുന്നു. വിനോദിനിയുടെ ദുരിതം മനസ്സിലാക്കിയ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നൽകിയ ധനസഹായത്തിൽ കൃത്രിമ കൈ വെച്ചുപിടിപ്പിക്കുകയായിരുന്നു. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.